ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ആക്ച്വലി ഇന്ന് എനിക്കൊരു ജലദോഷം, ഒരു വയ്യായ്മ. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാത്രി ആയപ്പോഴേക്കും എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു, വോമിറ്റൊക്കെ ചെയ്തു. അപ്പം മെന്നാന്ന് പേരമ്മ വിളിച്ചതായിരുന്നു ഇന്നലെ ഒട്ടും വയ്യെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. പക്ഷേ ഇന്നലെ രാവിലെ ഞാൻ ഓക്കെ ആയിരുന്നു, വൈകിട്ടായപ്പോഴേക്കുമായിരുന്നു എനിക്കിങ്ങനെ ഒരു തലവേദനയും ഒക്കെ. അപ്പം ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പേരമ്മയുടെ അടുത്തോട്ടേക്ക് പോവാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്കിയേക്കാൻ. അപ്പോൾ ഇന്ന് അയച്ചേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങൾ പേരമ്മയുടെ അടുത്തോട്ടാക്കും. തിരിച്ച് വരുമ്പോഴായിരിക്കും വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ എവിടെ പോവാല്ലേ കുട്ടാ? എവിടെ ടാറ്റ പോവാ? അപ്പൂസിന്റെ അടുത്ത് പോവാനോ? അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിട്ടോ. അല്ലപടി അപ്പൂസിനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൂസിനെ കാണാൻ പോകുന്ന പറഞ്ഞുകൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റത്. ഒരു വഴക്കം ഉണ്ടായിരുന്നു എഴുന്നേറ്റപ്പോൾ. നോക്കിയിരിക്കുക. തുറക്കുന്നില്ലല്ലോ. പേരമ്മയുടെ വീട്ടിൽ വന്നിട്ട് അൽച്ചേട്ടനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓഫീസിൽ പോയി. പിന്നെ അല്ലക്കുട്ടിക്കും കൊടുത്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു ഞാൻ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. പിന്നെ പേരപ്പനൊക്കെ ജോലിയൊക്കെ ചെയ്തോളൂല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചു. അല്ലൂട്ടാ അങ്ങനെ ചാടല വീഴും. തലയിടിച്ച് അല്ലേ തലയിടിച്ച്. അപ്പൂസ് കണ്ണടച്ച് എന്താ ചെയ്യുക? അപ്പൂസ് നല്ല കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് ചാച്ചാ. അപ്പോൾ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചപ്പോൾ അവിടെ പേരമ്മയുടെ സിന്ദൂരം ഇരിക്കുന്നുണ്ട്. പള്ളിക്കുട്ടിക്ക് ഉടനെ അത് വേണം. അതിന് ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം അതെടുത്ത് കൊടുത്തപ്പോൾ അത് തുറന്നു കൊടുക്കാത്തതിനായി അടുത്ത കരച്ചിൽ. അവസാനം അത് തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടോ. അവളുടെ കാലിലും കയ്യിലും ഉടുപ്പിലും എൻ്റെ കാലിലും കയ്യിലും ഡ്രസ്സിലും ഫുൾ അവളത് വരച്ച് വെച്ച് തന്നു. പിന്നെ അതിൻ്റെ വഴക്കൊക്കെ ഒന്നും ഒതുക്കി തീർത്തപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ. പിന്നെ ഞാനും ഫുഡ് കഴിച്ചു, അല്ലിക്കുട്ടിക്കും ഫുഡൊക്കെ കൊടുത്തു. അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത് ഉറക്കിയിട്ടോ. രണ്ടുപേരെയും ഉറങ്ങാനേ വരത്തില്ലായിരുന്നു. അല്ലിക്കുട്ടി അപ്പൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എങ്ങനെയോ പിടിച്ചെടുത്ത് ഉറക്കിയതാണേ. പിന്നെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ പുള്ളിക്കരുത് ആമിക്കുട്ടി സെറ്റ് കിടന്ന് ഉറങ്ങായിരുന്നു. ആമിക്കുട്ടിയെ ഉറക്കാനുള്ള തത്രപ്പാടിലാണേ. അത് കഴിഞ്ഞിട്ട് അപ്പൂസിനെ ഉണർത്താനായിരുന്നു അടുത്ത തത്രപ്പാട്. അതും അവൾ സാധിച്ചെടുത്തു. അപ്പൂസിനെ അവൾ ഉണർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ അവളുടെ കുത്തിമറിയൽ. ഒന്നും പറയണ്ട നമ്മുടെ അല്ലിക്കുട്ടിയുടെ കാര്യം. നാണം വന്ന പഞ്ഞി. അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമായിട്ടും ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് പള്ളിക്കുട്ടി വേറെ എന്തോ കാര്യത്തിന് ചെറിയൊരു വഴക്കുണ്ടാക്കി. അപ്പോൾ പേരമ്മ പറഞ്ഞപ്പോൾ നമുക്ക് താഴെ ഒന്ന് പോയി നടന്നിട്ട് വരാം, പിള്ളേർ റൂമിലിരുന്ന് ബോറടിച്ച് കാണുന്നു. പിന്നെ ഞങ്ങൾ താഴെ അവരെ കൊണ്ട് നടക്കാൻ ഇറങ്ങിട്ടോ. അവിടെ അങ്ങനെ റോഡിലായിരുന്നു കേട്ടോ നടക്കാൻ ഇറങ്ങിയത്. ഇവിടെ അധികം വണ്ടിയൊന്നും വരില്ല, അതുകൊണ്ടാണ് ഇവിടോട്ട് ഇറങ്ങിയത് നടക്കാൻ. അല്ലിക്കുട്ടി ഭയങ്കര ഓട്ടമായിരുന്നു. പേരമ്മ എന്നോട് പറഞ്ഞു, രമ്യ മോളെ നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്ന്. അത്രയ്ക്ക് ഓട്ടവും ബഹളമാണ് കേട്ടോ അല്ലിക്കുട്ടി. അങ്ങനെ പുറത്തെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ വന്ന് രണ്ടുപേരുടെയും ഭയങ്കര കളിയും ബഹളമായേ. അപ്പം ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോഴേക്കും അയച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അല്ലിക്കുട്ടി കരയാൻ തുടങ്ങിയതാണ്. അവൾക്ക് അപ്പൂസിനെ ഇട്ടിട്ട് പോകാൻ വയ്യ അത്ര തന്നെ. ഇവിടെ വന്നപ്പോഴും വീണ്ടും അപ്പൂസിനെ കാണണം, അപ്പൂസിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. അതുകൊണ്ട് അവളെ ഒന്ന് ശരിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ അപ്പോഴൊന്നും അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു ഇന്നത്തെ.
വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ. അപ്പോൾ അതിലൂടെ ബൈ ചെയ്യോ.